ഹലോ, ഇന്ന് നമുക്ക് അല്പം ക്രാബ് കറി ആയാലോ. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഏതിനു വേണ്ടേലും കഴിക്കാവുന്ന സൈസിൽ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീൻചട്ടി അടുപ്പത്ത് വെച്ചു. ഒരു അരമുറി തേങ്ങാപ്പീരയുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഗരം മസാലയുടെ ഐറ്റംസ് എല്ലാം, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി, 6 മുളക്, ഇച്ചിരി കരിയാപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു പാതി മൂപ്പായി വരുമ്പോഴത്തേന് ഞാൻ അതിനകത്തോട്ട് അല്പം കുരുമുളക് പൊടി ഇട്ടു. കുരുമുളകാണെങ്കിൽ അന്നേരപ്പം തന്നെ ഇടാം. ഇത് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം മൂത്ത് വന്നല്ലോ, ഇനി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. മുളകൊക്കെ ഇങ്ങനെ വീർത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം അതിനകത്ത് അതെല്ലാം മൂത്തെന്നുള്ളത്. എനിക്ക് അത് കുലുക്കുമ്പോൾ നല്ല അരിയുടെ സൗണ്ടൊക്കെ വരും, മുളകിൻ്റെ അരിയുടെ സൗണ്ടൊക്കെ വരുവേ. ഇത് ഞാൻ ക്ലീൻ ചെയ്ത കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനി അത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ആ തേങ്ങയുടെ കൂട്ടെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഞാനിതൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 3 സവാള ഉള്ളി അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഉള്ളി വഴലാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ഇച്ചിരി കരിയാപ്പില, ഒരു 3 പച്ചമുളക്. പച്ചമുളക് ഞാനൊരു 3 എണ്ണം ഇട്ടുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മൾ മുളക് ഒത്തിരി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട്. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാലയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി സോഫ്റ്റ് ആകാനായിട്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചാൽ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഞണ്ടെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. അരപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സമയത്ത് നമുക്ക് ചാറിന് ആവശ്യമായിട്ട് വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കുക. എത്ര ചാറ് വേണമെന്ന് അറിയത്തില്ലല്ലോ, അപ്പം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചാറിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാമേ. അടച്ചു വെച്ചിട്ട് ഞാൻ ആദ്യം നല്ല തീ കൊടുത്ത് തിളപ്പിക്കും, നന്നായിട്ട് തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് തീ കുറച്ച് ഏകദേശം 10 മിനിറ്റോളം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ചാറെല്ലാം കുറുകി വരുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് കറി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ, ബായ്.